നമസ്കാരം. എനിക്കിങ്ങനെ ചോദ്യശരങ്ങൾ വേണം. അപ്പോൾ ഞാൻ മയക്കുകൊണ്ട് അതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച് അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ എന്നെ പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മൈക്ക് ഞാനൊന്നും കൂടെ പേടിക്കുന്നതായിരിക്കും. വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ചേർത്ത് ഒരു കാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. റെഡിയാണോ എല്ലാവരും? അപ്പൊ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം, എല്ലാവരും വന്നതിന് സന്തോഷം. പലരും സിനിമ കണ്ടിട്ട് പേഴ്സണലി ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, അതിനേക്കാളും സന്തോഷം. ഞാനിങ്ങനെ ഒരു സാധാരണ ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമകളാണ് ഞാൻ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഞാനങ്ങനെ മെയിൻ ലീഡിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൽ ഇല്ലാതെ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരും കാലങ്ങളായിട്ട് അറിയാവുന്നവരുമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും അത് കൂടാതെ ഈ സിനിമയിൽ ആ സൗഹൃദത്തിന്റെ പേരിൽ മാത്രം ഇപ്പോൾ ഗുരു സോമസുന്ദരം അദ്ദേഹത്തിന് ഇതിനകത്തുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുള്ള ആളല്ല. പക്ഷെ അത് ഞങ്ങളോടൊക്കെയുള്ള സ്നേഹവും ബന്ധവും കാരണം കൊണ്ട് ആണ് പുള്ളി അത് വന്ന് ചെയ്തത്. നിർബന്ധിച്ചിട്ട് പോലും അതിനൊരു എന്തെങ്കിലും ഒരു ടോക്കണായിട്ട് എന്തെങ്കിലും ഒരു ശമ്പളമായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് സമ്മതിച്ചു പോലില്ല. അപ്പൊ അതുപോലെ കുറെ പേരുടെ സൗഹൃദത്തിന്റെ നന്ദിയും കൂടെ ഇവിടെ രേഖപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ഗുരുസാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഉണ്ടായിരുന്നതാണ്. ബേസിലും ഞാനും ഞങ്ങളെല്ലാവരും തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം വന്നത്. അതുപോലെ ബാബു ചേട്ടൻ, ബാബു രാമേന്ദ്രൻ, ഇതൊക്കെ ഒരു നമ്മള് സൗഹൃദത്തിന്റെ പുറത്ത് വിളിച്ച് ഇങ്ങനൊരു നമ്മുടെ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു തുടക്കവും അവസാനവും വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അതൊന്ന് നമുക്ക് ചെയ്തു തന്നതാണ്. അതുപോലെ കുറേ പേരുണ്ട്, നന്ദി പറയാനാണെങ്കിൽ പേരെടുത്ത് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഒപ്പം ഈ സിനിമ ഞങ്ങളങ്ങനെ ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയായിട്ടൊന്നുമല്ല ഇതിനെ തുടക്കം മുതലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും. സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് ചിരിക്കാവുന്ന കുറെ തമാശകളും, അതായത് ഇതിന്റെ ലോജിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ലോജിക്ക് നോക്കുന്നത് മാതിരി ഇല്ലോജിക്കലാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് പ്ലാൻ ചെയ്തത് തന്നെ. കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ്, അത് കാരണം കൊണ്ട് അതിന്റെ ലോജിക്ക് നോക്കുന്നവരാണ് മണ്ടന്മാരാകുക. അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത്. അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ തമാശകളും. ഇപ്പൊ നമ്മള് തിയേറ്ററിൽ ഇരുന്ന് ഇപ്പൊ ഞാനും ഒരു ഷോ കണ്ടു, അത് കഴിഞ്ഞ് പല ഷോസിനും ഇവര് തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷനൊക്കെ നേരിട്ട് കണ്ട് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസ്സുകളിൽ മരണമാസ് പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഈ മൈക്ക് കൈമാറുകയാണ്. അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ എന്നെ പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മൈക്ക് ഞാനൊന്നും കൂടെ പേടിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ചേർത്ത് ഒരു കാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് 10 പേർക്കും ചേർന്നല്ല, ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം ഈ കാപ്പി ഇവൻ ചോദിച്ച് മേടിച്ചതാണ്, നായകൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട്. അപ്പോൾ അവൻ അത് ഷെയർ ചെയ്യാത്തിടത്തോളം കാലം ഇവന് പരാതി പറയാൻ അവകാശമില്ല. ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ കണ്ടു, കാണാത്തവരുണ്ടെങ്കിൽ പോയി പറയുക. അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു, ടോബി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുമുമ്പ് ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയമുണ്ടായിരുന്നു. അപ്പൂപ്പൻ താടി, മഞ്ഞാന എന്നൊക്കെ പറയുന്ന ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത്. അതുപോലെ രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജേഷിനെ ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ്. ശിവൻ മിന്നൽ മുരളിയിൽ ഒരു അൺഒഫീഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടറോടെ ആയിരുന്നു. അപ്പോൾ ശിവൻ്റെ സജഷനിലുള്ള ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽ മുരളിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ശിവൻ ആ ഒരു സെൻസിബിലിറ്റി അതിൻ്റെ ഡിസ്കഷൻസിൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെ കുറിച്ചും. അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ
അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സിജു ആണ്. സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോപ്പ് കൾച്ചറും ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ബാക്കി പിന്നെ ഇതിലെല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നു. സുരേഷ് ഏട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പോൾ ആ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, അവിടെ തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല. ഇത് സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടേ പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ഏട്ടൻ ഇതിൻ്റെ കൂടെ വെക്കുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടനാണെങ്കിലും സാധാരണ അങ്ങനെ കോളേജ് വിസിറ്റ്സിനോ ഒരുപാട് ഇൻ്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു പ്രസ് മീറ്റിന് തന്നെ വന്നിരുന്നിട്ട് അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ള ഒരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ബന്ധങ്ങളുടെയൊക്കെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരുമിച്ച് നിന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ഞാൻ തമാശയായിട്ട് പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള ഒരു സിനിമ കൂടെയാണ്. പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. മഴക്കാലം അപ്പോൾ കുറേ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ. പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. രാമേശ്വരത്ത് നല്ല ഏത് മാസമായിരുന്നു? ഒരു വെയിലത്ത് അല്ല, ഏത് മാസം? പൊരുവെയിലത്ത് എങ്ങനെയാണോ മഴ പെയ്യുന്നത്? ഏത് മാസം? പൊരുവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് നിന്നപ്പോൾ അവിടെയും മഴ പെയ്തു. അപ്പോഴും ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇവിടെയും മഴയാണ്. അതെ, അത് ഈ മരണവാസിന്റെ സെറ്റിലായിരിക്കും. എന്തൊരു ഗതിയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ. ഞങ്ങൾ അത് നൈറ്റായിരുന്നു, എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു. ഫുൾ രാത്രി നടക്കുന്ന കഥയായതുകൊണ്ട് ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട്. രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കണം. ഈ രാത്രി ഉറക്കം വളർത്തിട്ട് 2 മണിക്കും 3 മണിക്കൊക്കെ മഴയെ നോക്കിയിരിക്കുക, ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയെ യാതൊരു വിധ കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി 2 ക്യാമറ ഉണ്ട്, മൾട്ടി ക്യാമറ എന്നൊക്കെ അതൊക്കെ ഇപ്പം എല്ലാ പടത്തിലും ഉണ്ട്. എന്നാലും പറഞ്ഞേക്കാം. ക്യാമറ സൂപ്പർ 35, വെരി എക്സ്പെൻസീവ് ക്യാമറ. അത് 2 എണ്ണം. കൂക്ക് ലെൻസ് മേടിച്ചു. ഒരു ലെൻസ് മേടിക്കേണ്ട വരെ വന്നു. സാധാരണ അതൊക്കെ വാടക എടുക്കാറ്. സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് അല്ലേ? ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തോ അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നത്. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക്. ടോയി എന്നുള്ള അവൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു, ടിങ്സ്റ്റൺ ചേട്ടനും ഗോകുലും. അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. അവർ തന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിൻ്റെ കൂടെ നിന്നത്. അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലൊക്കെയാണ് ഇത് തീർക്കേണ്ട വന്നത്. എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന് ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ നീട്ടുന്നു. അപ്പോൾ ഈ പെടുന്ന എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ ഈ ടെൻഷൻ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നു, പേ ഓഫ് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അഗെയിൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയുള്ള റിവാർഡുകളാണത്. അപ്പോൾ അത് പ്രഷറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു റെസ്പോൺസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. ബാക്കി കൺവിൻസിങ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമസ്കാരം. എനിക്കിങ്ങനെ ചോദ്യശരങ്ങൾ വേണം.
അപ്പോൾ ഞാൻ മയക്ക് കണ്ട് കൈമാറും. ഞാൻ വെറുതെ ശരങ്ങൾ പോരട്ടെ. എതിരാലി ഒളിഞ്ഞിരിക്കുന്നില്ലോ. എന്തിനാ സിനിമ കണ്ടവരാണോ നിങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊക്കെ പറയേണ്ടത്. നമ്മൾ ഇന്നലെ കുറേ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം സിനിമയുടെ അവസാന ഭാഗം ഞങ്ങൾ തിയേറ്ററിൽ ഓഡിയൻസ് അറിയാതെ മാറിയിരുന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ നേരിട്ട് അവരുടെ ചിരിയും കയ്യടിയിലൊക്കെ ഞങ്ങൾ നേരിട്ട് നല്ല കണ്ടതാണ്. പ്രായഭേദമന്യേ നല്ല മുതിർന്ന അമ്മച്ചിമാരും അപ്പന്മാരൊക്കെ ഇന്നലെ തിയേറ്ററിലുണ്ടായിരുന്നു. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. കുട്ടികളുണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ച ക്രൗഡ് ഇന്നലെ തിയേറ്ററിലുണ്ടായിരുന്നു. അവരുടെ റെസ്പോൺസ് നേരിട്ട് കണ്ട് അനുഭവിച്ച സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. അത്രേ പറയാനുള്ളൂ. എന്താ അവർ പറഞ്ഞു വെച്ചാൽ ഇത് ലോജിക്ക് നോക്കിയിട്ട് ചെയ്യേണ്ട, ഇപ്പം ഇങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥയുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമ ഈ 2.25 മണിക്കൂർ 2:17 മിനിറ്റ് വളരെയധികം ആസ്വദിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. നേരിട്ട് കേട്ടറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. സംവിധായകൻ എന്തൊക്കെയോ കുറേ പറയാനുണ്ട്. എനിക്ക് ചോദ്യശരങ്ങളില്ലാത്തതുകൊണ്ട്